വലിയ വിശകലനങ്ങളിലേക്ക് പോകാനുള്ള അടുത്ത മണിക്കൂറിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. വലിയ അതിഥികൾ വീണ്ടും ചേരുന്നു. പുതിയ അതിഥികൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ശിവശങ്കരൻ. ഇവരാണിപ്പോൾ വിവിധ മുന്നണികളെ പ്രതിനിധീകരിച്ച ചർച്ചയിലേക്ക് എത്തുന്നത്. പുതിയ മണിക്കൂറിൽ ജനവിധിയുടെ അർത്ഥം എന്താണ് എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ ചർച്ചയിലുള്ളത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJPയുടെ വക്താവ് ശ്രീ P ശിവശങ്കരൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ആനത്തലവട്ടം, എന്താണ് ഈ വൻ പോളിംഗിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെയും കണക്കുകൾ അവസാനവും എത്തിയിട്ടില്ലെങ്കിലും കേരളം ആവേശത്തിൽ നിന്ന് ഒഴുകിയെത്തി പോളിംഗ് ബൂത്തിലേക്ക് എന്ന ഈ കണക്കുകളെ കുറിച്ചുള്ള വിലയിരുത്തൽ? ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, കേരളം പ്രത്യേകിച്ചും. അപ്പോഴാണ് കേരളത്തിലെ പോളിംഗ് പെർസെൻറ്റേജ് ഇത്രയും മറിച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് അപകടത്തിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം 2019 ഉയർന്നു വന്നു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ എത്ര രാത്രി ആയാലും ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ, ജനവിധി രേഖപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് ഉള്ള വിധിയെഴുത്താണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ UDFനെതിരായിട്ടുള്ള വിധിയെഴുത്തും ഉണ്ടാകും. ഇവിടെ സർവേകളും മറ്റുമൊക്കെ ഒരുപാട് ഫലങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സർവേയിലൊക്കെ വരുന്ന ഫലത്തിന് വ്യത്യസ്തമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു അപകടവും സംഭവിക്കാൻ പോകുന്നില്ല. ഏറ്റവും വലിയ പെർസെൻറ്റേജ് വർദ്ധിച്ച അവസരത്തിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചിലർ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണൂരിൽ കഴിഞ്ഞ തവണയും 80% ആയിട്ട് വർദ്ധിച്ചിരുന്നു. ശ്രീമതിയാണ്, PK ശ്രീമതിയാണ് ജയിച്ചത്. ഇത്തവണ അതുപോലെ 80% വന്ന് അല്പം കൂടെ കൂടുതൽ വരുമായിരിക്കാം ചിലപ്പോൾ അവസാന റൗണ്ടിൽ. അങ്ങനെ വന്നാലും ശ്രീമതി ജയിക്കാനുള്ള എല്ലാ സാധ്യത അവിടെയുണ്ട്. ഇങ്ങനെ പൊതുവിലെടുത്ത് നോക്കുമ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട്. ചില സർവേക്കാർ തന്നെ പുറത്തു കൊണ്ടുവന്ന വിഷയം കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കും ചർച്ച ചെയ്യപ്പെടുമായ വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ ശബരിമല ഇഷ്യൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വൈകാരിക ഇഷ്യൂ ആയി കൊണ്ടുവന്ന ശബരിമലയാണ്. രണ്ടാമത് കേരളത്തിലെ സംഭവിച്ച പ്രളയം, ഒരു നൂറ്റാണ്ടിന് ശേഷം നൂറ്റാണ്ടിനകത്തുള്ള ഏറ്റവും വലിയ പ്രളയം. ആ പ്രളയത്തിൽ കേരള ഗവൺമെൻറ് പരാജയമാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ കൈകാര്യം ചെയ്ത രീതി, അത് വിജയമാണോ പരാജയമാണോ എന്നുള്ള ചോദ്യത്തിനും ജനങ്ങൾ മറുപടി പറഞ്ഞു. മറ്റൊന്ന്, കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നല്ല ശ്രമം നടത്തി. ഈ 3 വിഷയങ്ങളിലും സർവേ നടത്തിയ ആളുകൾ ജനങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ആ 3 വിഷയങ്ങളിലും ജനങ്ങൾ തൃപ്തികരമായ അഭിപ്രായമാണ് പറഞ്ഞത്. കേരള ഗവൺമെൻറ്റിനെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി 46% ആളുകളും പറഞ്ഞു തൃപ്തികരമായ പെർഫോമൻസാണ് മുഖ്യമന്ത്രിയുടെയും അത് കേരള ഗവൺമെൻറ്റെയും. 30% ആളുകളാണ് മോശമെന്ന് പറഞ്ഞത്. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണല്ലോ UDF NDA എല്ലാം പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഗവൺമെൻറ് പ്രവർത്തനത്തെ വിലയിരുത്തി സർവേ നടത്തിയതിൽ ജനങ്ങൾ കേരള ഗവൺമെൻറ്റിനോടൊപ്പമാണ്. 2, ശബരിമലയെ സംബന്ധിച്ചുള്ള ചോദ്യമുണ്ടായിരുന്നു. ശബരിമല ഇഷ്യൂവിൽ ഈ കേരള ഗവൺമെൻറ് വല്ല ധൃതിയും കാണിച്ചോ വല്ല കുഴപ്പവും കാണിച്ചോ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതിനെ സംബന്ധിച്ചും 47% ആളുകൾ പറഞ്ഞു ശബരിമല വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ നടപടി തൃപ്തികരമാണ്, അനിവാര്യമായി സ്വീകരിക്കുന്ന നടപടിയെ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. 40% താഴെയാണ് മോശം പറഞ്ഞത്. ശ്രീ ആനന്ദലോട്ട്, ഒരുപക്ഷെ ഈ കണക്കുകളൊക്കെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ സർവേകൾ നടത്തിയവരും ഒക്കെ ഇങ്ങനെയൊക്കെ ഈ സത്യങ്ങൾ ഒക്കെ തന്നെ അങ്ങ് പറഞ്ഞ ഈ കണക്കുകളൊക്കെ തന്നെയാണ് പുറത്തേക്ക് പറഞ്ഞത്. പക്ഷെ അവസാനം സീറ്റുകളുടെ കാര്യം പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആനുകൂല്യം ഇല്ല പലരുടെയും കാര്യത്തിൽ. പലരുടെയും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആനുകൂല്യം കിട്ടാതിരിക്കുക, അത് UDFന് വൻ നേട്ടമുണ്ടാക്കുക, NDAക്ക് ഒന്നെങ്കിലും പറയുക, രണ്ടിടത്തെങ്കിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന രീതിയിൽ വലിയ ത്രികോണം എന്ന് സൂചിപ്പിക്കുക. അതൊക്കെ ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം വരുന്ന ഈ ഘട്ടത്തിൽ എന്ത് പ്രതികരണമാണ് താങ്കളെപ്പോഴുള്ള? അത് ചോദ്യത്തിന് നല്ല ആൻസർ എഴുതി കൂടുതൽ മാർക്കിട്ട കുട്ടിയെ തോൽപ്പിക്കുന്ന ഒരു രീതിയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാർക്ക് കൂടിയ വാങ്ങിച്ചവനെ തോക്കും, തോറ്റവനെ ജയിപ്പിക്കും. അതാണ് അവസാനം BJP അക്കൗണ്ട് തുറക്കും,
തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറക്കും, മറ്റിടത്ത് തുറക്കും. UDF-ന് കൂടുതൽ സീറ്റ് കിട്ടും, LDF-ന് വളരെ കുറച്ചേ സീറ്റ് കിട്ടൂ. പരീക്ഷ ചോദിച്ച ചോദ്യത്തിനൊക്കെ മാർക്ക് കൂടുതൽ വാങ്ങിയ, പരീക്ഷയിൽ നന്നായി ആൻസർ എഴുതിയ മാർക്ക് കൂടിയ വാങ്ങിയ കുട്ടിയെ തോൽപ്പിക്കുക, മറ്റവനെ ജയിപ്പിക്കുക. അതാണ് ആ സർവേ ഫലങ്ങളുടെ ഈ പ്രചരിപ്പിച്ചതിൻ്റെ ഒരു രീതി. യെസ്, അപ്പോൾ അതൊരു കൃത്രിമമായ ഒരു കണക്കുണ്ടാക്കലാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള മറുപടി എന്ന നിലയിലേക്ക് വന്നത്. വയനാട്ടിലൂടെ തെന്നിന്ത്യ പിടിച്ചടക്കാൻ എത്തിയ രാഹുൽ ഗാന്ധിക്ക് പക്ഷേ ഇപ്പോൾ നോക്കുക, ഈ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ താങ്കൾ നോക്കുക, വയനാട്ടിൽ കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു 3-4% മാത്രം ഇപ്പോൾ മുന്നിൽ നിൽപ്പുണ്ട് പോളിംഗ് ശതമാനം. പക്ഷെ കോഴിക്കോട്ട് കഴിഞ്ഞ തവണത്തത് തന്നെ എത്തുമോ എന്ന സംശയമാണ് പോളിംഗ് ശതമാനം. വലിയ മാറ്റം മലപ്പുറത്തോ പൊന്നാനിയിലോ പോലും, വയനാടിന്റെ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ആ പ്രദേശങ്ങൾ പോലും ഇപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല. എന്ത് വലിയ പ്രതികരണം ഉണ്ടാക്കി രാഹുൽ ഗാന്ധി, തരംഗമുണ്ടാക്കിയോ എന്ന ചോദ്യത്തിനൊരു ഉത്തരം കൂടി ഈ പറയുന്ന പോളിംഗ് ശതമാനം നൽകുന്നുണ്ടെങ്കിൽ ഇത് മതിയോ പോളിംഗ് ശതമാനം? ശ്രീ ജ്യോതികുമാർ. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ആനന്ദൻ പറഞ്ഞത്, ചില സർവേകളിൽ LDF-ന് അനുകൂലമായി വന്നിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് സർവേയിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, ജനങ്ങളുടെ സർവേ ഇന്ന് കഴിഞ്ഞു ശ്രീ ആനന്ദൻ. ഇനി നമ്മളിതൊന്നും തള്ളിയിട്ട് കാര്യമില്ല. ഇനി നമ്മൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് സംസാരിക്കും. ഇന്നലെ വരെ അങ്ങ് പറഞ്ഞത് തള്ളൊക്കെ നമ്മളെല്ലാവരും കേട്ടു. ഇനി നമ്മൾ യാഥാർത്ഥ്യമായി സംസാരിക്കണ്ടേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, പോൾ പെർസെൻറ്റേജ് പുറത്തു വന്നിരിക്കുന്നു, ജനങ്ങളുടെ വിധി വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അതിൻ്റെ റിസൾട്ട് വരണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോൾ പെർസെൻറ്റേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോഴിക്കോട്, പക്ഷേ ഒരു കാര്യം അങ്ങ് മനസ്സിലായിക്കൊള്ളൂ, ഇവിടെ ഈ കേരളത്തിൽ ഈ അടുത്ത സമയത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ 2019 തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പോൾ പെർസെൻറ്റേജ് ഉണ്ടാകണമെങ്കിൽ, വോട്ടിംഗ് ശതമാനം കൂടണമെങ്കിൽ ജനങ്ങൾ കൂട്ടത്തോടെ ആവേശത്തോടെ മുന്നോട്ട് വന്ന് വോട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ ജനങ്ങൾ വന്ന് വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ അതിന് ഒന്നുകിൽ അവർക്ക് ആരോടെങ്കിലും വിരോധമുണ്ടാകണം, ഇന്ന സർക്കാരിനെ പുറത്താക്കണം എന്ന് തോന്നണം, അല്ലെങ്കിൽ ഇന്ന സർക്കാരിനെ അനുകൂലിക്കണം എന്ന് തോന്നണം. ഇവിടെ നമുക്ക് പകൽ പോലെ വ്യക്തമാണ്, ദേശീയ സർക്കാരിനെയോ സംസ്ഥാന സർക്കാരിനെയോ ജനങ്ങൾ ഒരു കാരണവശാലും വീണ്ടും അവർക്ക് ഫേവറായി വോട്ട് ചെയ്യാനായി ഇത്തരത്തിലൊരു വലിയ മുന്നേറ്റം ജനങ്ങളുടെ ഇടയ്ക്ക് നിന്നുണ്ടാകുമെന്ന് വിശ്വസിക്കാനുള്ള സാഹചര്യം സംസ്ഥാനത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ശ്രീലാൽ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോൾ പെർസെൻറ്റേജ് അഥവാ വോട്ടിംഗ് ശതമാനം നടന്നിട്ടുള്ളത് 89-ലാണ്. അന്ന് വന്നിട്ടുള്ള വോട്ടിംഗ് ശതമാനം 79.3%. അതിന് തൊട്ട് താഴെ 0.1% കുറവ് വന്നിട്ടുള്ളത് 77-ലാണ്. അത് അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ 77-ൽ 79.2% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് ഘട്ടത്തിലും, അതായത് 77-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 79.2% ഈ പറഞ്ഞ പോൾ പെർസെൻറ്റേജ് വന്നപ്പോൾ, വോട്ടിംഗ് ശതമാനം വന്നപ്പോൾ, കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് 20 സീറ്റിലും ജയിച്ചു, സംസ്ഥാനത്ത് 110 സീറ്റിലും ജയിച്ചു. 89-ൽ 79.3% പോൾ പെർസെൻറ്റേജ് വന്നപ്പോൾ അന്ന് 20-ൽ 18 സീറ്റും വിജയിച്ചു. അപ്പോൾ UDF-നെ സംബന്ധിച്ച് ഈ വന്നിരിക്കുന്ന ജനങ്ങളുടെ ആരെയോ കൈകാര്യം ചെയ്യാൻ വന്നിരിക്കുന്ന രീതിയിൽ തോന്നുന്ന രീതിയിലേക്ക് ജനങ്ങളുടെ പോൾ പെർസെൻറ്റേജ്, അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിനെതിരായി, കേന്ദ്ര സർക്കാരിനെതിരായി വന്നിട്ടുള്ള ജനവികാരമാണ്. അത് UDF-ന് അനുകൂലമാണ് എന്നതും ഒരു വസ്തുത. ശ്രീ ജ്യോതികുമാർ, അവിടെ ഒന്നിടപെട്ടാൽ, അതായത് താങ്കൾ പറയുന്നതിനകത്തുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീ ആനത്തവട്ടം ചൂണ്ടിക്കാട്ടിയതാണ്. അതായത് ഈ സർവേ താങ്കൾ ഇന്നലെ വരെ തള്ളി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇതിലൊക്കെ സംസ്ഥാന സർക്കാരിന് നല്ല പേര് ആണ് കിട്ടുന്നത്. ശബരിമലയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ നല്ല മാർക്കാണ്. പ്രളയം കെടുതി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അന്ന് നല്ല രീതിയിൽ മുന്നോട്ട് നിന്നു എന്നാണ് മാർക്ക്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതോ താഴെ ഇടുന്നതോ ഒരു തിരഞ്ഞെടുപ്പല്ല ഇത്. എന്നിട്ടും ആ മാർക്ക് അവിടെ ആ രീതിയിൽ കിട്ടുമ്പോഴും കേന്ദ്രത്തിന്റെ ആര് പാർലമെന്റിലേക്ക് പോകണം എന്ന ചോദ്യത്തിന് കണക്കുകൾ കൊടുക്കുന്നത്, സീറ്റുകൾ പ്രവചിക്കുമ്പോൾ വരുന്നതിൽ വന്ന ഒരു അഭംഗി, വൈരുദ്ധ്യം, അതാണ് ശ്രീ ആനത്തലോട്ടം ചൂണ്ടിക്കാട്ടിയത്. അല്ല, അത് ഈ സർവേ നടത്തിയവരെക്കാൾ, അല്ലെങ്കിൽ ശ്രീ ആനത്തലോട്ടം സൂചിപ്പിച്ച എന്ത് ഫാക്ടറിന്റെ പേരിലായാലും അദ്ദേഹത്തിന് ആനുകൂല്യമുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹം പോസിറ്റീവായി കാണുമ്പോൾ എനിക്ക് അതിനകത്ത് കൃത്യമായി പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ശബരിമല, രണ്ട് വിഷയം എടുക്കാം. ശബരിമലയാണ് വിഷയമെങ്കിൽ
ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ നവോത്ഥാന മൂവ്മെന്റിനെ കുറിച്ച് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു സജീവമായി ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ട് വനിതാ മതിലിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ട് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി പത്രസമ്മേളനം വിളിച്ചു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് CPM ശഠിച്ചു? അപ്പോൾ അതിനകത്ത് ചർച്ച ചെയ്തില്ല എന്നാണോ ജ്യോതികുമാർ പറയുന്നത്? ഞാൻ അതിലേക്കാണ് വരുന്നത്. ദയവേത് ശ്രീ ആനത്തലോടത്തിന് കൊടുത്ത ഒരു സാമാന്യ മര്യാദ പ്രതിപക്ഷ ബഹുമാനമെങ്കിലും എനിക്ക് തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ വിഷയത്തിനകത്ത് കൃത്യമായും സംസ്ഥാന സർക്കാർ ആ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തങ്ങൾക്കെതിരാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരത് ചർച്ചയിലേക്ക് പോകരുതെന്ന് ശാഠ്യം പിടിച്ചത്. എന്നിട്ട് പോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അത് വോട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 1. 2, പ്രളയവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്കല്ലേ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നത്? അത് ഞങ്ങളാരെങ്കിലും പ്രതിപക്ഷമാണോ പറഞ്ഞത്? അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, ഇത് മാൻ മെയ്ഡ് ഡിസാസ്റ്ററാണ്. ആ മാൻ മെയ്ഡ് ഡിസാസ്റ്ററിൽ 483 ജീവൻ പൊലിഞ്ഞപ്പോൾ അത് ഞങ്ങൾ കൈകാര്യം ചെയ്ത രീതി ശരിയാണെന്ന് എങ്ങനെയാ ഒരു സർക്കാരിന് വാദിക്കാൻ കഴിയുക? എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുക? ജ്യോതികുമാർ, ആ കാര്യത്തിൽ ഞാൻ അങ്ങയോട് ഒന്നുകൂടി ഇടപെടുകയാണ്. ഇത് പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയല്ല. അങ്ങ് പറയുന്നതിനകത്തുള്ള ഫാക്റ്റിൽ എനിക്കൊരു സംശയം തോന്നുമ്പോൾ മാത്രമാണ്. ഇപ്പൊ അമിക്കസ് ക്യൂറിയുടെ കാര്യം തന്നെ പറയുന്നു. അമിക്കസ് ക്യൂറിക്ക് അധികാരം കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും എന്നത്, അദ്ദേഹം വീണ്ടും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നതിലെ അശാസ്ത്രീയതയും അഭംഗിയും അന്നേ ചർച്ച ചെയ്തതാണ്. അത് നിങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിലെങ്കിലും തുറന്ന് സമ്മതിച്ചു? അല്ല, അങ്ങനെയല്ലോ. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞു, നിരവധി വിദഗ്ധന്മാരത് പറഞ്ഞു. അമിക്കസ് ക്യൂറി നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ അവരുടെ വിദഗ്ധരുടെ റിപ്പോർട്ട് ചോദിച്ചില്ല എന്നാണ്. അമിക്കസ് ക്യൂറി ചോദിച്ചില്ലെന്നായിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിദഗ്ധരുടെ റിപ്പോർട്ട് ഉൾപ്പെടെ അവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് മുഴുവൻ പരിശോധിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്തതിനു ശേഷമാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഈ അമിക്കസ് ക്യൂറിയുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഞാൻ പറയേണ്ടല്ലോ ശ്രീലാലെ, അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ആ അമിക്കസ് ക്യൂറിയെ പോലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞു. അദ്ദേഹത്തെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വെച്ചതാരാണ്? ഈ സർക്കാരല്ലേ. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ കൃത്യമായി അതിനകത്ത് പൊളിറ്റിക്സ് അല്ല, ഹൈക്കോടതി ഇടപെട്ട കേസ് ഈ പറഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ട്, മറുഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തോ അതിൽ നിന്നെല്ലാം അത് തെരഞ്ഞെടുപ്പിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ചു. പിന്നെ എങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകാം? മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തില്ലേ? അപ്പോൾ ഈ സർക്കാരിന് പോസിറ്റീവായി കാണാൻ എന്താ ഉള്ളത്? നിങ്ങൾ സ്ത്രീ സൗഹൃദ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു, നമ്മൾ കണ്ടതല്ലേ. ചെർപ്പളശ്ശേരിയിലും പാലക്കാടും ഒക്കെ ഇവിടെ എങ്ങനെയാണ് നീതി നടപ്പാക്കിയെന്ന് നമ്മൾ കണ്ടതല്ലേ. പരാതിക്കാർ പറഞ്ഞു, ഒരു MLA-ക്കെതിരെ വന്ന പരാതി പോലും. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നേ. എന്താണ് പോസിറ്റീവായി സർക്കാരിനുള്ളത്? എന്താണ് ഈ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഒന്നുമില്ല. സർക്കാരിനെ സംബന്ധിച്ച് നെഗറ്റീവ് സൈഡിൽ തന്നെ ആയിരുന്നു അത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇവിടെ നമുക്കറിയാമല്ലോ കൃത്യമായും. ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് കൃത്യമായും മത്സരം നടന്നുകൊണ്ടിരുന്നത്. അവിടെ സർക്കാരിൽ ഇവിടെ അധികാരത്തിലിരിക്കുന്ന LDF-നെതിരായി ഒരു വലിയ ജനവിരുദ്ധ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് ജനങ്ങളുടെ ഒരു വികാരമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചു കാണാൻ. ശരി, ശ്രീ ആനത്തലോട്ടം ആനന്ദൻ. പക്ഷെ എനിക്ക് സംശയമുള്ളത്, രാഹുൽ ഗാന്ധി ഇതൊന്നും പറഞ്ഞില്ല, ഇടതുപക്ഷത്തിനെ കുറിച്ച് ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ച് ഈ UDF-ന്റെ നായകത്വം മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. ഞാൻ മറുപടി പറയേണ്ടത് ആനത്തലോട്ടമല്ല, ഞാനല്ലേ പറയണ്ടേ? അതെ, പക്ഷെ ആ കാര്യങ്ങളൊന്നും രാഹുൽ ഗാന്ധി പറയാതെ, രാഹുൽ ഗാന്ധി ഇവിടെ മുഴുവൻ നിങ്ങളെ നയിച്ചു എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊന്നും പറയാതെ ഇപ്പോൾ ജ്യോതികുമാർ ചർച്ചകളിൽ പറയുന്നതല്ല, രാഹുൽ ഗാന്ധി പറയാത്തത് എന്ന ചോദ്യമാണ് ഞാൻ ഒന്ന് ആമുഖമായി വെച്ചത്. എന്നിട്ട് ശ്രീ ആനത്തലോട്ടത്തിലേക്ക് വരാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഒരു മിനിറ്റ് ശ്രീ ആനത്തലോട്ടം, ഞാൻ അങ്ങനെയൊക്കെ വരാൻ മുമ്പ് ശ്രീ ശിവശങ്കരൻ കൂടി തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. ഈ ശതമാന കണക്കുകളൊക്കെ വെച്ചുള്ള ഒരു പ്രതീക്ഷ ശ്രീ ശിവശങ്കരൻ എന്താണ് എന്നതാണ്. സർവേകളൊക്കെ കഴിഞ്ഞു, ഇനി അതിലേക്കൊന്നും പോകണ്ട എന്നാണ് ജ്യോതികുമാർ പോലും പറയുന്നത്. ശ്രീ ശിവശങ്കരൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെടുപ്പിന്റെ എല്ലാ അർത്ഥവും ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു ഘട്ടമാണ്. ആളുകൾ എല്ലാവരും വിധി എഴുതി കഴിഞ്ഞു. ഇനിയെങ്കിലും തുറന്ന് പറയുക, ഒന്ന് മനസ്സ് തുറക്കുക ശ്രീ ശിവശങ്കരൻ. BJP-ക്കാർ കഴിഞ്ഞ ദിവസങ്ങളൊന്നും അങ്ങനെ തുറന്നില്ല എന്നൊരു അഭിപ്രായം ശ്രീ ആനത്തലോട്ടത്തിനെങ്കിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ശബരിമലയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാൻ സാധിച്ചോ ഈ തെരഞ്ഞെടുപ്പിൽ? എന്താ സംശയം? ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പത്രിക, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ കഴിഞ്ഞ 5 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും നടത്തിവരുന്ന ഭരണപരിഷ്കാരങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ വികാരപരമായി കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വെച്ച 2 കാര്യങ്ങൾ, അതിൽ ശ്രീ ആനത്തലോട്ടം ആനന്ദൻ പറയാൻ ശ്രമിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രളയം. ആ പ്രളയത്തിനെ സംബന്ധിച്ചോളം കേരള സർക്കാർ വളരെ ബഹുദൂരം മുന്നിലായി ശക്തമായി ഏറ്റവും നല്ല രീതിയിൽ കേരളത്തോട് ആത്മാർത്ഥമായി സഹകരിച്ചു, പ്രവർത്തിച്ചു
എന്ന് പറയുന്നു. രണ്ട്, ജ്യോതികുമാർ പറഞ്ഞ ശബരിമല വിഷയം, അതിൽ അദ്ദേഹം ഉത്തരം നൽകി കഴിഞ്ഞു. കാരണം ശബരിമല വിഷയത്തിൽ ഇദ്ദേഹം നവോത്ഥാന കാലഘട്ടത്തെ അനുസരിപ്പിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ ചെയ്തില്ല. രണ്ട്, പ്രളയത്തെ സംബന്ധിച്ചിടത്തോളം അമിക്കസ് ക്യൂറി ആയാലും ഈ ശ്രീധരനായാലും മറ്റ് ഗാഡ്ഗിലായാലും അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇത് ഒരു ജലസമാധി നൽകിക്കൊണ്ട് 500 പേരെ കൊന്ന സർക്കാർ എന്ന് പറഞ്ഞത് ശ്രീ ആനത്തലവട്ടം മറക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രളയത്തിൻ്റെ കാര്യമായാലും ശബരിമലയുടെ കാര്യത്തിലായാലും ഈ കേരള സർക്കാരിന് മുന്നോട്ട് വയ്ക്കുവാൻ കാര്യമായ ഒരു സൽപ്രവൃത്തിയുടെ ഗ്രാഫ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, നമ്മളെല്ലാം നിരന്തരം ചർച്ച ചെയ്യുന്നത്, എനിക്കതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഒരു ഇലക്ഷൻ ട്രെൻഡിൽ 2% 3% വോട്ടിംഗ് പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ള ഒരു ബോധത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം അത്തരത്തിലുള്ള വലിയ വ്യത്യാസങ്ങൾ മിനിമം BJPയുടെ കാര്യത്തിൽ, അത് O രാജഗോപാൽ ജയിച്ച കാര്യത്തിലായാലും സുരേന്ദ്രൻ രണ്ടാമത് പോയ കാര്യത്തിലായാലും പെർസെൻറ്റേജ് വൈസിൽ അത്രയേറെ മുന്നേറ്റം BJP നടത്തിയിട്ടല്ല. BJP താങ്കൾ ഒരുപക്ഷെ അന്വേഷിക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 10 ലക്ഷം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ 1% എന്ന് പറയുന്നത് 10,000 വോട്ടുകളാണ്. 2% എന്ന് പറയുന്നത് 20,000 വോട്ടാണ്. ഇവിടെ 10,000-ൽ താഴെ വോട്ടുകൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള പ്രവചനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് താങ്കൾ ഒരുപക്ഷെ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെങ്കിൽ ഞാനൊന്ന് അതിനെ വിശദീകരിച്ചതാണ്. അത് മാത്രമല്ല സർ, ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ശ്രീ ആനത്തലവട്ടത്തോടുള്ള മറുപടിയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ അല്ലല്ലോ, കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലല്ലേ ഇത്തരം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? അവിടെ 5 വർഷം എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്നത് ഇപ്പോൾ ഒന്ന് ഓർത്തെടുത്താൽ എന്തൊക്കെ പറഞ്ഞു സാർ? അതാണ് ചോദ്യം. അല്ല, എനിക്കിടയ്ക്ക് നമ്മുടെ ഓഡിയോ കട്ടായി കൊണ്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയില്ല. എന്നാലും ഞാനിപ്പോൾ ലാൽ ചോദിച്ചതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളും ഒരൊറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ ഒരു ത്രികോണ മത്സരങ്ങൾ നടന്ന ഏതാണ്ട് 5-8 കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 5-8 മത്സരങ്ങളിലേക്ക് കേന്ദ്രങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ത്രികോണ മത്സരത്തിൻ്റെ രീതിയിലേക്ക് വരാൻ സാധിച്ചത് തന്നെ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസമല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെല്ലാം പറയുന്നുണ്ടല്ലോ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് BJPക്ക് കിട്ടില്ല എന്നുള്ള ഒരു ധാരണ പൊതുവെ എല്ലാവരും കാണിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ട്രിപ്പിൾ തലാഖ് വിഷയത്തിലടക്കം വായ മൂടിക്കെട്ട ഒരു ന്യൂനപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായത്തിലെ സ്ത്രീകളുടെ ശബ്ദം അത് നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന ന്യൂനപക്ഷ വേട്ട, അത് കോട്ടയത്തെ സെന്റ് പോൾസ്, പത്തനംതിട്ടത്തെ സെന്റ് അഗസ്റ്റിൻ പള്ളിയിലെ അവിടത്തെ ആയാലും അടക്കമുള്ള ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെയും ഫ്യൂസ് ഊരിയതടക്കമുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി 7-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ബോധമെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ മുഴുവൻ കളിയാക്കിയപ്പോൾ അതിനെതിരെയുള്ള ശബ്ദവും വരും. അത് കാരണം ന്യൂനപക്ഷ വോട്ട് മുഴുവൻ BJPക്ക് എതിരാകുമെന്നുള്ള വിശ്വാസം എനിക്ക്. ശതമാനം ഇഷ്ടമില്ലാത്ത ശ്രീ ശിവശങ്കരൻ പക്ഷേ സമുദായത്തെ നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നുണ്ട്. വിവിധ സമുദായങ്ങളെ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലമായി എന്തൊക്കെയാണ് വിവിധ സമുദായങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള രീതിയിലേക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാമുദായിക അതിർത്തികൾക്ക് അപ്പുറം കേരളത്തിന് എന്ത് കിട്ടി? കേരളത്തിന് പ്രളയകാലത്ത് എന്ത് കൊടുത്തു കേന്ദ്ര സർക്കാർ? അല്ലെങ്കിൽ മറ്റുള്ള സമയത്ത് വിലവർധനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ ഒക്കെ ഉള്ള നടപടികൾ മൂലം, നോട്ട് നിരോധനം മൂലം, GSTയുടെ ഇടപെടൽ മൂലം ഒക്കെ കേരളത്തിലെ ആളുകൾക്ക് ഏത് രീതിയിലാണ് അവർക്ക് ഗുണമുണ്ടായത്? ഗുണമുണ്ടായെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങളാണല്ലോ. അത് വിശദീകരിക്കാൻ താങ്കൾ ശ്രമിക്കുന്നേയില്ല, ആഗ്രഹിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട്, പരാതിയുണ്ട്. തിരിച്ചെത്താം. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ കൂടി ചർച്ചയ്ക്കിടയിൽ ഒന്ന് നോക്കി പോകേണ്ടതുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ വരുന്നത്. നോക്കുക, കേരളത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഇങ്ങനെയാണ്. പോളിംഗ് ശതമാനത്തിൽ 75.05%. ഇനിയൊരു അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. എന്തായാലും തിരുവനന്തപുരത്തിന്റെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്. ചരിത്രമാണ് 71.86%. ആറ്റിങ്ങൽ 72.8%. നമുക്ക് വേഗം എത്താം ഓരോ കണക്കിലേക്കും. അടുത്തത് കൊല്ലമാണ്. കൊല്ലത്തിന്റെ കണക്ക് നോക്കുമ്പോൾ 74.07%. പത്തനംതിട്ട 73.71%. മാവേലിക്കരയാണ് അടുത്തത്. മാവേലിക്കര 72.88%. കോട്ടയമാണ് അടുത്തത്. കോട്ടയത്തിന്റെ കണക്ക് ഇങ്ങനെയാണ് 74.18%. ഇതാണ് കോട്ടയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം. ഇടുക്കിയാണ് അടുത്തത്
ഇടുക്കിയിൽ എത്തുമ്പോൾ 75.70%. കേരളത്തിന്റെ ഏതാണ്ട് ശരാശരിയിലേക്ക് ഇടുക്കി എത്തുന്നു. ആലപ്പുഴ ഇങ്ങനെയാണ് 77.8%. കഴിഞ്ഞ തവണത്തെ കണക്കിലേക്ക് എത്തുന്നു ആലപ്പുഴ എന്ന് തന്നെയാണ് ഇപ്പോൾ വായിക്കേണ്ടത്. എറണാകുളം ഇങ്ങനെയാണ് 75.61%. ചാലക്കുടി 79.86%. വലിയ 79.31%. അതാണ് ഇപ്പോൾ തരുന്നത്. തൃശ്ശൂർ 77% എന്നാണ് മനസ്സിലാകുന്നത്. 77%. അതെ. അടുത്തത് ആലത്തൂരാണ്, ക്ഷമിക്കണം, പാലക്കാടാണ് അടുത്ത് വരുന്നത്. പാലക്കാട് 76.35%. ആലത്തൂർ 77.84%. അതെ, ഇതാണ് ആലത്തൂര്. പൊന്നാനിയിലേക്ക് എത്തുമ്പോൾ പൊന്നാനിയിൽ ഏറ്റവും കുറവ് എന്ന് പറയാമോ എനിക്കറിയില്ല. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും കുറവ് പൊന്നാനിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൊന്നാനിയിൽ 70%. 70% പൊന്നാനിയുടെ കണക്ക്. മലപ്പുറം 72.04%. വയനാട്ടിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി എത്തി മത്സരിച്ച വയനാട്ടിൽ 77.21%. ജ്യോതികുമാർ ശരിക്കും നോക്കുക, 77.21%. കോഴിക്കോടിന്റെ കണക്കിൽ രാഹുൽ ഗാന്ധി എത്തിയിട്ടും 73.45% ആണ് ഇപ്പോഴും കോഴിക്കോട്. വടകര ഇപ്പോഴും പോളിംഗ് അവസാനിച്ചിട്ടില്ല. വടകരയിൽ 72.98% ആണ് വടകരയുടെ കണക്കുകൾ. കണ്ണൂർ ചരിത്രമാണ് 80.82%. കാസർഗോഡ് ഏറ്റവും ഒടുവിൽ നിൽക്കുമ്പോൾ കാസർഗോട്ടിന്റെ ശതമാനം 75.5%. ഇതാണ് ഇപ്പോൾ 75.05% എന്ന കേരളത്തിന്റെ കണക്കിൽ നിന്നുകൊണ്ടാണ് നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് എത്തേണ്ടത്. ശ്രീ ആനത്തലവട്ടം, അപ്പോൾ കണക്കുകൾ വീണ്ടും കഥ പറയുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ ഒരു സർക്കാരിനെ എങ്ങനെ 2019 കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുള്ള വിധിയെഴുത്താണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്നതിന് കേന്ദ്രത്തിന്റെ ഒരു രൂപപ്പെടുത്തൽ എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ BJP എതിർക്കാൻ കേരളത്തിൽ രണ്ട് മുന്നണികൾ LDF UDF എന്ന രീതിയിൽ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ കണ്ടത് എന്ത് എന്നതാണ്. അവിടെ ഒരു പടി മുന്നിൽ LDF തന്നെ, അതോ ഒരുപാട് മുന്നിലോ LDF? അതിപ്പോൾ വോട്ട് ഏതാണ്ട് പെട്ടിയിലായല്ലോ. 23-ാം തീയതി കൃത്യമായ എൻ്റെ വിവരം അറിയാം. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് മിസ്റ്റർ ജ്യോതികുമാറും അതുപോലെ തന്നെ ശിവശങ്കറും ഒക്കെ സൂചിപ്പിച്ചതിൽ എനിക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്. അതിലൊന്ന്, ഈ ശബരിമലയെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഒരേ അഭിപ്രായക്കാരാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് നമ്മളിക്കാര്യം ശബരിമലയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞില്ല? ഞങ്ങൾ പറയേണ്ടടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പറഞ്ഞു. ജനങ്ങളുടെ അഭിപ്രായമാണല്ലോ ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായമല്ല. അഭിപ്രായ സർവേ നടത്തിയപ്പോൾ ജനങ്ങളാണ് പറഞ്ഞത് ശബരിമല ഇഷ്യൂവിൽ. പിന്നെ ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പറഞ്ഞിരിക്കുകയല്ലേ. ഇവർക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ളത് കൊണ്ടാണല്ലോ ഇവരിത് പറഞ്ഞു നടന്നത്. അവിടെ ഈ ഗവൺമെൻറ് ഒരു അതിക്രമവും കാണിച്ചില്ല, ഒരു തരത്തിലും ആരെയും വിശ്വാസത്തെ പോറലേൽപ്പിച്ചില്ല. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനും ആ ശബരിമലയും ബാബറിൻ്റെ പള്ളിയും ഒക്കെ സംരക്ഷിക്കാനും ഗവൺമെൻറ് നടപടി സ്വീകരിക്കുകയും ഇവർ ശബരിമലയും വിശ്വാസത്തെയും തകർക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അമ്പലത്തിൽ കാണിക്കയിടരുതെന്ന് പറഞ്ഞത്. കാണിക്കയിട്ടില്ല. കാണിക്കയിടാതിരുന്നാൽ ദൈവങ്ങളെ ഇട്ടിലാക്കാനേ പറ്റൂ. എണ്ണ വാങ്ങിക്കാൻ ഒക്കില്ല, തിരി വാങ്ങിക്കാൻ ഒക്കില്ല, അത് കത്തിക്കുന്നവന് ശമ്പളം കൊടുക്കാൻ ഒക്കില്ല. അത് വിശ്വാസികളുടെ ലക്ഷണമല്ല, അത് അവിശ്വാസികളുടെ ലക്ഷണമാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ഗുണം കണ്ട് 100 കോടി രൂപയുടെ വരുമാനം കുറവുണ്ടായിരുന്നു. ആ 100 കോടി രൂപ ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കൊടുത്തു. ആർക്ക് വേണ്ടി? വിശ്വാസികൾക്ക് വേണ്ടി, ശബരിമലയ്ക്ക് വേണ്ടി, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആരാ വിശ്വാസി എന്നുള്ള ചോദ്യം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടല്ലോ. ആരാ വിശ്വാസി, ആരാ അവിശ്വാസി? അതുകൊണ്ടാണ് അവരുടെ ഈ അഭിപ്രായ സർവേയിൽ അവർ പറഞ്ഞത് 53% അല്ലെ 47% ആളുകൾ പറഞ്ഞത് അക്കാര്യത്തിൽ ശബരിമല ഇഷ്യൂവിൽ ഗവൺമെൻറ് എടുത്ത നടപടിയിൽ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്, ഗവൺമെൻറ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല, കാരണം ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിക്കാറ്. ഇവിടെ പ്രളയം സംബന്ധിച്ച് രണ്ടുപേരും ഒരേ കാര്യത്തിൽ യോജിച്ച് പറഞ്ഞു. 400 ആൾക്കാർ ഇവിടെ മരണപ്പെടാനിടയായ ആ പ്രളയം ഈ ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. ഗവൺമെൻറ് ഇടപെട്ട രീതിയെ ഇവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ലോകം മുഴുവൻ അംഗീകരിച്ചു. എവിടെല്ലാം മലയാളിയുണ്ടോ മലയാളികളെല്ലാം അംഗീകരിച്ചു. ഐക്യരാഷ്ട്രസഭ
അതിൻ്റെ ഡെലിഗേഷൻ ഇവിടെ വന്ന് ഇവിടുത്തെ റിലീഫ് ക്യാമ്പുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം അവർ ഈ ഗവൺമെൻറ്റോട് പ്രശംസിക്കുന്നുണ്ട്. അവർ പറഞ്ഞ ലോകത്തൊരിടത്തും കാണാത്ത പ്രവർത്തനമാണ് ഇവിടെ ഈ ഗവൺമെൻറ് കാഴ്ചവെച്ചത്. എന്തിന്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശിവശങ്കറിൻ്റെ ഭരണത്തിന് കീഴിലാണല്ലോ അന്ന് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് ഉള്ളത്. ആ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെയുള്ള പട്ടാളം എവിടെ കിടന്ന് വിളിച്ചല്ലോ, പട്ടാളത്ത് വിളിക്കൂ നിങ്ങളെ കൊന്നതാവില്ല എന്ന്. ആ പട്ടാളം ഇവിടെ വന്നു. പട്ടാളക്കാർ ഇവിടെ വന്ന് നടത്തിയ സേവനത്തിന് നന്ദി പറയാൻ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി അവരെ വിളിച്ചു, ഒരു യാത്രയയപ്പ് കൊടുക്കാനായിട്ട്. ആ യാത്രയയപ്പ് കൊടുത്തിട്ട് അവർ ചെയ്ത സേവനത്തിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞപ്പോൾ തിരിച്ച് അവരുടെ മറുപടി പ്രസംഗം നമ്മൾ കേട്ടില്ലേ. അവർ പറഞ്ഞു, ഞങ്ങൾ പലയിടത്തും പോയി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും. പക്ഷേ ഈ കേരളത്തിൽ കണ്ടതുപോലെ ഒരു സ്ഥലത്തും ഇങ്ങനെ പ്രവർത്തനം കണ്ടിട്ടില്ല. കേരളത്തിലെ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധത്തെ അണിനിരത്തി മുഖ്യമന്ത്രി 24 അവേഴ്സും ഒരു യുദ്ധകാല പരിസ്ഥിതി നേരിടുന്ന പോലെ ഇരുന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് നന്ദിയുള്ളത് മുഖ്യമന്ത്രിയോടാണ്. ആരാ പറയുക? നാവികസേനയുടെ മേധാവി, കരസേനയുടെ മേധാവി, വ്യോമസേനയുടെ മേധാവി. അതിനപ്പുറം ഈ ഗവൺമെന്റ് എന്ത് സർട്ടിഫിക്കറ്റ് ഇടണം? ശ്രീ ജ്യോതികുമാർ, നിങ്ങൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഇദ്ദേഹം ശിവശങ്കരൻ ചൂണ്ടിക്കാണിക്കുമുണ്ടായി, ഇത് കൃത്രിമമായി ഉണ്ടാക്കിയവർ മഴ പെയ്ച്ച കൃത്രിമ മഴയാ. അതിനകത്ത് അമിക്കസ് ക്യൂറി അറിയാ? സ്റ്റാൻഡിംഗ് കൗൺസിലല്ല, ഹൈക്കോടതി നിയമിച്ചതാണ്. ഹൈക്കോടതിയാണ് അയാൾ ചുമതലയെടുത്തത്. UDFന്റെ ചെങ്ങന്നൂരിലെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ അയാളാണ് അമിക്കസ് ക്യൂറി. അയാൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എഴുതി വെച്ചതാണ്. ശ്രീധരൻ്റെ പേര് പറയുണ്ടായി. ശ്രീധരൻ പറഞ്ഞത് ഒരു ടെക്നിക്കൽ കമ്മിറ്റി വെച്ച് അന്വേഷിക്കണമെന്നാണ്. ആ ടെക്നിക്കൽ കമ്മിറ്റിയെ ഗവൺമെൻറ് വെച്ച് അന്വേഷിച്ചു. അവർ പറഞ്ഞു ഗവൺമെൻറ് എടുത്ത നടപടികൾ ശരിയാണ്, ഇത് അമിതമായ മഴ പെയ്തതിൻ്റെ ഫലമായിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്, അല്ലാതെ ഡാം തുറന്നു വിട്ടേണ്ടതല്ല. ഡാം സമയത്ത് തുറന്നു വിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഈ ഡാമെല്ലാം പൊട്ടിയാൽ ഞാനും ചാമക്കാലം ഇപ്പം ഇവിടെ ഇരിക്കാൻ നോക്കുമായിരുന്ന ഒഴുകി പോവില്ലായിരുന്നു കേരളം. തീർച്ചയായിട്ടും ശ്രീ ചാമക്കാല, ഒരുപക്ഷെ ശ്രീ ആനത്തലവട്ടം ഇത്ര ആവേശത്തോടുകൂടി ഇന്നത്തെ ദിവസം ഈ പറയുന്ന കാര്യങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുടക്കാൻ ശ്രമിച്ചത്, അതിന് മുമ്പിൽ പോയി നിന്ന് അവരെ ആശങ്കപ്പെടുത്താൻ ശ്രമിച്ചത്, BJP പറയുന്ന വാക്കുകൾക്കൊപ്പം നിന്ന് നിങ്ങൾ വൈകാരികമായ ഒരു അന്തരീക്ഷം ഉണ്ടോ, അതിന്റെ വോട്ട് ഞങ്ങൾക്ക് പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപക്ഷെ BJPയേക്കാൾ മുമ്പേ എത്തി ആ വൈകാരികതയെ ഒന്ന് ചുമക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ്. നിങ്ങൾക്കതിനെ എതിർക്കുകയോ നിങ്ങൾക്കതിനെ പ്രതിരോധിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം പറഞ്ഞതുപോലെ ഇവർ ചെയ്തതല്ലേ, ഇവർക്ക് കിട്ടിയ സാക്ഷ്യപത്രങ്ങളല്ലേ ഇവിടെ വിശദീകരിച്ചത്, അത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും ഒന്ന് അംഗീകരിക്കുന്നുണ്ടോ? LDF സർക്കാരിന്റെ കാലത്ത് ഈ ഒരു പ്രളയം ഉണ്ടായപ്പോൾ ഉള്ള കഥകളൊക്കെ നമുക്കറിയാം. ഒരു മന്ത്രി ജർമ്മനിയിലായിരുന്നു, ഈ മന്ത്രിമാരൊക്കെ എവിടെയായിരുന്നു നമുക്കറിയത്തില്ല. ഇവർ നടപടി ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അന്ന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വലിപ്പവും ചെറുപ്പവും ഇല്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ആ വിഷയത്തെ നേരിട്ടു, ആ ക്രൈസിസിനെ ഓവർകം ചെയ്തു. അത് വസ്തുതയാണ്, അതിനകത്തൊരു തർക്കവുമില്ല. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, സമ്പത്ത് നോക്കിയിട്ടില്ല, ഒന്നും നോക്കാതെ. കാരണം എല്ലാവരും അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയായിരുന്നു. അപ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിന്നു. അത് ദേശീയ തലത്തിൽ കേരളത്തിന് ഒരു നല്ല പേരുണ്ടാക്കുകയും ചെയ്തു. ശരിയാണ്. അതിനുശേഷം ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലോ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു, ഞങ്ങൾ പല കമ്മിറ്റികളും പല അന്വേഷണങ്ങളും നടത്തി, പല അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ട് വന്നു. അതിനകത്തെല്ലാം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഞങ്ങൾ പറഞ്ഞത് പോട്ടെ, വിദഗ്ധർ പറഞ്ഞത് പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതിയിൽ കേസ് വന്നല്ലോ, ഹൈക്കോടതി ഒരു അമിക്കസ് ക്യൂറി വെച്ചല്ലോ, അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതെങ്കിലും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരല്ലേ. ഇനി ഈ അമിക്കസ് ക്യൂറിയെ കുറിച്ച് ശ്രീ ജ്യോതികുമാർ നേരത്തെ താങ്കൾ ഒരു വാചകം പറഞ്ഞു, അദ്ദേഹം ആരാണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് തന്നെ സംശയമായി പോയി. പക്ഷേ ശ്രീ ആനത്തലവട്ടം അത് വിശദീകരിച്ചു. അത് അദ്ദേഹം സർക്കാരിന്റെ ഏതെങ്കിലും വക്കീലാണോ എന്ന് ശ്രീ ആനത്തലവട്ടം അന്വേഷിക്കട്ടെ. ഈ സർക്കാരിന്റെ അമിക്കസ് ക്യൂറി എന്ന പൊസിഷനിലേക്ക് അദ്ദേഹത്തെ വെച്ചത് അല്ലെ, ഞാൻ പറയട്ടെ, അമിക്കസ് ക്യൂറിയെ വെക്കുന്നത് കൃത്യമായും അത് കോടതിക്ക് പറ്റൂന്നേ, വേറെ ആർക്കെങ്കിലും വെക്കാൻ പറ്റുമോ? അപ്പോൾ ആ അമിക്കസ് ക്യൂറി ആകാൻ പോയ വക്കീലിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് ശ്രീ ആനത്തലവട്ടം ഒന്നുകൂടെ അന്വേഷിക്കണം. ഞാൻ അത്രയും മാത്രമേ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഏതായാലും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അത് കോടതി നിർദ്ദേശ പ്രകാരം വെച്ചതാണല്ലോ. പല തർക്കങ്ങളുണ്ടാകുമ്പോൾ കോടതി ഇത്തരത്തിൽ അമിക്കസ് ക്യൂറിമാരെ അയക്കാറുണ്ടല്ലോ. ആ റിപ്പോർട്ടുകൾ കോടതി പലപ്പോഴും മുഖവിലേക്ക് എടുക്കാറുണ്ടല്ലോ. മുഖവിലേക്ക് എടുക്കാൻ വേണ്ടിയാണല്ലോ അയക്കാറുള്ളത്. അപ്പോൾ ആ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ട് ഇതെല്ലാം മാറ്റിവെക്കൂ. ഇവിടെ ഈ
അന്ന് ആ സമയത്ത് KSEBയുടെ ചെയർമാൻ പറഞ്ഞത് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്തേ ഡാം തുറക്കാത്തതെന്ന് മുഴുവൻ ആളുകളും ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തുറന്നു വിട്ടാൽ 1 മണിക്കൂറിൽ 10 ലക്ഷം രൂപ വീതം KSEBക്ക് നഷ്ടപ്പെടുമെന്ന് വരെ പറഞ്ഞ KSEBയുടെ ചെയർമാൻ ഉൾപ്പെടെ, നിങ്ങളുടെ മന്ത്രി ഉൾപ്പെടെ, മാത്യു ടി തോമസ്, അന്നത്തെ മന്ത്രി മാത്യു ടി തോമസ് ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിനകത്ത് പ്രതികളാണെന്നേ. അവരെ ഇതൊക്കെ ഹൈക്കോടതി ചോദ്യം ചെയ്യപ്പെടും, ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തായാലും അത് മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അത് സംശയം ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ കേരളത്തിൽ 483 ജീവനുകളാണ് പൊലിഞ്ഞത്. നിങ്ങൾ ഈ വലിയ വീരവാദമൊക്കെ പറയുന്നു, ഒരു ജീവൻ നമുക്ക് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഒരാളെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണെങ്കിൽ അതൊരു വീഴ്ചയല്ലേ? അത് വീഴ്ചയാണെന്ന് അമിക്കസ് ക്യൂറി ഉൾപ്പെടെ പറയുകയല്ലേ? അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ശബരിമലയെക്കുറിച്ച് നിങ്ങൾ പറയുന്നു. ഈ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ ലാൽ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ശബരിമലയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്, ഞങ്ങളുടെ തീരുമാനമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ശബരിമല വിഷയത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യും. സുപ്രീം കോടതി വിധി പുനഃപരിശോധന ഹർജി പരിഗണിച്ച് റിസർവ് ചെയ്തിരിക്കാനുള്ള ജഡ്ജ്മെന്റിന് വേണ്ടി അത് ചർച്ച ചെയ്യപ്പെടും. അത് സംസ്ഥാന സർക്കാർ തിടുക്കപ്പെട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടും. സംഘപരിവാർ ശക്തികൾ അതിന്റെ പേരിൽ ഭക്തിയുടെ മറവിൽ ഇവിടെ സംസ്ഥാനത്ത് പക്ഷേ അതിന് മറുപടി അതുപോലെ തരാൻ ഇടതുപക്ഷവും തയ്യാറാണെന്ന് ശ്രീ ആനന്ദലോട്ട് ഉൾപ്പെടെ പറയുന്നു. പക്ഷേ എന്താണ് പ്രശ്നം? ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞത് എന്താണ്? BJP-ക്കാർ പോയി അവിടെ ചോദിച്ചത് എന്താണ്? അയ്യപ്പന്റെ പേര് പറയാൻ സാധിക്കില്ലേ? ഇവിടെ അയ്യപ്പന്റെ പേര് പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടുന്നു. അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പറ്റില്ലേ? അതിന് എന്താ കുഴപ്പം? ഞങ്ങൾ ചോദിക്കുമെന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് നിങ്ങൾ എവിടെ മറുപടി കൊടുത്തു? അതിന് നിങ്ങൾ എവിടെ പ്രതിരോധിച്ചു ശ്രീ ജ്യോതികുമാർ? ലാലെ, ഞാൻ പറഞ്ഞത് മലയാളത്തിലല്ലേ? ഞങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. എല്ലാ പാർട്ടികളും ഈ ശബരിമല വിഷയത്തിലെടുത്തുള്ള അവരുടെ നിലപാടുകൾ, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്, ജഡ്ജിയല്ല പറഞ്ഞത്, ജഡ്ജ്മെന്റ് ഉൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യപ്പെടുന്നതിന് അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതും അതിനകത്ത് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളതും. ഞങ്ങളുടെ അജണ്ടയിൽ ഒരു വിഷയം അത് തന്നെയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അത്തരത്തിൽ ടിക്കാറാം മീണ ഒരു നിലപാട് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും അത് പാടില്ല, അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്, അതിനെ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടന്നതിലേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോയത്? എന്തുകൊണ്ടാണ് അങ്ങനെ പോയത്? അതേസമയം ഞാൻ പറയട്ടെ സഖാവേ, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞല്ലോ. ടിക്കാറാം മീണ എന്ന് പറഞ്ഞുള്ള നിങ്ങൾ എന്തേ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചു? ഞാൻ പറയട്ടെ സഖാവേ, ഇതിനകത്ത് നിങ്ങൾ ഈഗോയുടെ ആവശ്യമില്ല ശ്രീ ജ്യോതികുമാർ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അതിന്റെ റഫറിയാണ്. അദ്ദേഹം നോക്കണം, ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കണം അദ്ദേഹം. ലാലെ, അമിത് ഇത് കാണിക്കാതിരിക്കുന്നു. ഞാൻ പറഞ്ഞു തരട്ടെ, ടിക്കാറാം മീണ പറഞ്ഞതുകൊണ്ടെല്ലാം തൊടാതെ വീഴണമെന്നും പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഭക്തിയുടെ മറവിൽ അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നതോ അയ്യപ്പന്റെ പടം വെച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്നതിനൊന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുള്ള വാചകങ്ങളും അദ്ദേഹം പിന്നീട് പത്രക്കാരല്ല, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നേരിട്ട് ഞങ്ങളാരും കാണാതിരിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നേരിട്ട് കേട്ടയാളാണ്. തുടക്കം മുതൽ അവസാനം വരെ കേട്ടയാണ്. അയാൾ ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞത് കർശന നിർദ്ദേശമായിരുന്നു, ഇത് ഉപയോഗിക്കാനേ പാടില്ല, ശബരിമല എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, അയ്യപ്പൻ എന്നുള്ള വാക്ക് അതൊക്കെ ആദ്യം പറഞ്ഞു എന്നുള്ള വസ്തുതയല്ലേ? ഏത് രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നതാണ് കോണ്ടെക്സ്റ്റ് നോക്കണം ശ്രീ ജ്യോതികുമാർ. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞേ. ഞാൻ ആരെന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ മറുപടി പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടിനെ കുറിച്ച് ഞാൻ പറയേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ വിധി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഭക്തിയുടെ മറവിലോ ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടോ ശബരിമലയുടെ പടം കാണിച്ചുകൊണ്ടോ ഞങ്ങൾ വോട്ട് പിടിക്കാൻ പോയിട്ടില്ല. പക്ഷേ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം എപ്പോഴും അവശേഷിക്കുക, നിങ്ങൾ എന്തേ ഈ വനിതാ മതിലിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല? നിങ്ങൾ ഒരു ഘട്ടത്തിലും പറയാൻ പോയില്ലല്ലോ. നിങ്ങൾ വനിതാ മതിൽ നടത്തി നടത്തിയെന്നുള്ളല്ല, നിങ്ങൾ വനിതാ മതിൽ നടത്തിയത് നവോത്ഥാനത്തിന്റെ ഭാഗമാണെങ്കിൽ ഞാൻ പറഞ്ഞു ചർച്ച ചെയ്യേണ്ട കാര്യം എന്തോന്ന്? തെരഞ്ഞെടുപ്പിന്റെ കാര്യം മാത്രം ചർച്ച ചെയ്താൽ പോരെ? വനിതാ മതിൽ പണ്ട് ശബരിമല ചർച്ച ഉണ്ടായിരുന്നല്ലോ, അതെന്ത് പറഞ്ഞില്ല? നിങ്ങൾ നവോത്ഥാനം നടത്തി നവോത്ഥാനം പറഞ്ഞെങ്കിൽ അങ്ങ് സംസാരിക്കേണ്ട സമയത്ത് അങ്ങ് സംസാരിച്ചല്ലോ. ഞാൻ എന്റെ ഭാഗം പറഞ്ഞിട്ടെ, ശബരിമലയുമായി ബന്ധപ്പെട്ടാണോ നവോത്ഥാനം ഉണ്ടായത്? നവോത്ഥാനം ഉണ്ടായപ്പോൾ ഒരു സമുദായത്തെ മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വനിതാ മതിൽ ഉണ്ടാക്കിയല്ലോ, അതിന് സർക്കാരിന്റെ പൈസ ചെലവാക്കിയല്ലോ. ഇതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചിട്ടുണ്ട്. അത് സംസാരിക്കുമ്പോൾ അതൊന്നും പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ആരെ പേടിച്ചിട്ടാണ്? ജനങ്ങളെ പേടിച്ചിരിക്കുന്നത്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ ശിവശങ്കരനിൽ നിന്ന് ഒന്ന് അറിയേണ്ടത്, ഇതാണ് ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അത്രേ. ഇന്നത്തെ ദിവസം ശ്രീ ശിവശങ്കരൻ, ഞാൻ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ മറ്റൊന്നും നോക്കണ്ട, തുറന്നു പറഞ്ഞോളൂ. നാളെ കേരളത്തിൽ തെരഞ്ഞെടുപ്പില്ലല്ലോ. അപ്പോ ഈ പറഞ്ഞ കാര്യത്തിൽ ശബരിമല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്റ്റിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിടത്ത് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ എന്തായിരുന്നു? നിങ്ങളുടെ നേതാക്കൾ അവിടെ പോയി എന്നത് ഇന്നോർക്കുമ്പോൾ
ഒന്ന് അങ്ങേപ്പോലെ ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് മിതമായി നോക്കി മനസ്സിലാക്കി ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി നടക്കുന്ന ഒരാൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന്, തെറ്റായി പോയി എന്ന് ശ്രീ ശിവശങ്കരൻ? എനിക്ക് തോന്നുന്നുണ്ട് ലാലെ, വളരെ തെറ്റായിപ്പോയി. കാരണം ഒരമ്പലത്തിൽ നാമജപം ചൊല്ലിയപ്പോൾ അവിടെ നിന്ന് ഫ്യൂസ് ഊരിയത് തെറ്റായിപ്പോയെന്ന് എനിക്ക് വളരെ ശക്തമായ അഭിപ്രായമുണ്ട്. ആ ചിദാനന്ദപുരി സ്വാമിജിയെ പോലുള്ള ആളുകളെ പച്ച ചീത്ത വിളിച്ചുകൊണ്ട് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത് വളരെ മോശമായി പോയെന്ന് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അതിനെതിരെ ഇന്ത്യയിലെ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾ ആരാധിക്കുന്ന ശ്രീ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടും അതിനെയും മോശമായ ഭാഷയിൽ പറഞ്ഞ CPM-ന്റെ നേതാക്കളെ വളരെ തെറ്റായി പോയെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം പറയുന്നുണ്ടല്ലോ അമിക്കസ് ക്യൂറി, അയാളാരാ? രാഷ്ട്രീയക്കാരെന്ന്. കോടതി വിധിയെ, കോടതികളെ ഇത്ര മോശമായി പറയുന്ന ഈ ജനാധിപത്യ വിശ്വാസത്തിൽ നിന്ന് പറയാമെങ്കിൽ അതിനോട് എനിക്ക് തെറ്റായ ഒരു ഏറ്റവും മോശമായ അഭിപ്രായമുണ്ട്. ഇങ്ങനെ നിരന്തരമായ അഭിപ്രായമുണ്ട്. ജ്യോതികുമാർ ചാമക്കാല ഒരു കാര്യം വിട്ടുപോയി. ഇവിടെ ചരിത്രപ്രധാനമായി ഒരു നവോത്ഥാന മതിലുണ്ടാക്കി സ്ത്രീകളെ രക്ഷിക്കാൻ, പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകളെ രക്ഷിക്കാൻ. ഞാൻ പറയുന്നുണ്ടല്ലോ, ഇവിടെ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അവർക്ക് ട്രിപ്പിൾ തലാഖിനെ കുറിച്ചുള്ള അഭിപ്രായം, അത് ചർച്ച ചെയ്യാൻ എന്താ ഇവർ തയ്യാറാത്തത്? അപ്പോൾ നവോത്ഥാനം ഒരു വിഭാഗത്തിന്, ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതല്ലല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യട്ടെ. ഞങ്ങളാണ് ഇവിടെ നിരന്തരം കോടതിയെയും ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നശിപ്പിക്കുന്നു പറയുമ്പോൾ പരസ്യമായി ഇതാ ഒരു CPM-ന്റെ നേതാവ് പറയുന്നു അമിക്കസ് ക്യൂറിക്ക് രാഷ്ട്രീയമുണ്ടെന്ന്. ഇതിങ്ങനെ പറയുമ്പോൾ ചരിത്രത്തിൽ ഇവിടെ ഹൈക്കോടതിയെ തന്നെ കുറ്റപ്പെടുത്തുന്ന പോലെയല്ലേ? പിന്നെ നേരത്തെ ലാല് ചോദിച്ചല്ലോ ഞങ്ങൾ എന്ത് ചെയ്തെന്ന്. ഒരു മിനിറ്റ് തരാമെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഒരു 15 തൊഴിലാളികൾക്ക് അനുകൂലമായി ചെയ്ത കാര്യങ്ങൾ. ബോണസ് ആക്ട് ഭേദഗതി 3500 നിന്ന് 7000 ആക്കിയില്ലേ? ഇവിടെ EPF 6500 നിന്ന് 15. അവസരം ഉപയോഗിക്കല്ലേ? ഇനിയിപ്പോ ഇത് വായിച്ചിട്ട് പ്രകടനപത്രികയല്ല, നടന്ന കാര്യമാണ്, നടത്തിയ കാര്യമാണ്. ഇതാണ് അവിടെ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ നേതാവ് പ്രധാനമന്ത്രി മോദി ഇവിടെ പറയാൻ പറ്റില്ല, പിടിച്ച് ജയിലിലിടുന്നു എന്നല്ലേ പറഞ്ഞത്? ഈ പുസ്തകത്തിൽ കണ്ട ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞോ? അല്ലെങ്കിൽ ഇവിടെ നോട്ട് നിരോധിച്ചത് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായത്, ഈ രാജ്യത്തുണ്ടായ നേട്ടം ഇതാണ് എന്ന് നിങ്ങളുടെ നേതാവിന് ഇവിടെ ഒന്ന് പറയാൻ സാധിച്ചോ ശ്രീ ശിവശങ്കരൻ? അതൊക്കെയാണ് താങ്കൾക്ക് ഒരു കുറ്റബോധം താങ്കളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞൊരു അവസരം ഞാൻ തന്നത്. അതെ, ഞാനതാണ് അവസരം പറയുന്നത്. ഇനിയെങ്കിലും ജനങ്ങൾ കേൾക്കട്ടെ. ഇവിടുത്തെ തൊഴിലാളി സുഹൃത്തുക്കൾക്ക്, തൊഴിലാളികൾക്ക് വേണ്ടി നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങൾ കൈരളി ചാനലിലൂടെ തൊഴിലാളികൾ കേൾക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് താങ്കൾക്ക് അത് അസഹിഷ്ണുത എനിക്ക് മനസ്സിലായി. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? രാഹുൽ ഗാന്ധിയുടെ വരവോടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒരൊറ്റ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ BJP എതിർക്കാനായിട്ട് വോട്ട് ചെയ്യേണ്ടവർക്ക് അവരെന്തിനാ ഇവിടെ CPM-ന് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ LDF പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്? അവിടെ എന്തായാലും ആകെ 50 സീറ്റിൽ പോലും ഇവർ കേന്ദ്രത്തിൽ മത്സരിക്കുന്നില്ല. ഏതാണ്ട് 5ഓ 10ഓ സീറ്റ് ജയിക്കുമായിരിക്കും എല്ലാം കൂടി ഇന്ത്യയിൽ. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് BJP വേഴ്സസ് കോൺഗ്രസ് എന്ന സിറ്റുവേഷൻ വന്നു. അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നത്. അതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഈ നേരത്തെ നമ്മുടെ ആനത്തലവട്ടം പറഞ്ഞ കാര്യങ്ങൾ. ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങളായിട്ട് പോലും കോൺഗ്രസിന് എന്തുകൊണ്ട് വോട്ട് കിട്ടുന്നു? നിങ്ങളുടെ തെറ്റായ നയങ്ങൾ. നിങ്ങൾ കേന്ദ്രത്തിൽ യെച്ചൂരിയെ കൊണ്ടുപോയിട്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അടിമകളാക്കി വെച്ചതിൻ്റെ ഗതികേടാണ് ഇവിടെ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുഴുവൻ ഫ്ലെക്സ് ബോർഡിലും നിങ്ങൾക്ക് കേന്ദ്ര നേതാക്കളുടെ ഒരു ഫോട്ടോ പോലും വെക്കാൻ പറ്റാതെ. ശിവശങ്കരൻ, ഒരു സംശയം ചോദിക്കട്ടെ. അപ്പൊ താങ്കൾ ഇപ്പോഴും ഈ വോട്ടിംഗ് കഴിഞ്ഞ നിമിഷത്തിലും വിചാരിക്കുന്നത് കേരളത്തിൽ ഇവിടെ കോൺഗ്രസിന് സീറ്റുകൾ കൂടാൻ പോകുന്നു എന്ന് തന്നെയാണോ? താങ്കൾക്ക് അത്ര അടിയുറച്ച് കോൺഗ്രസിന് തന്നെയാണ് സീറ്റ് കൂടാൻ പോകുന്നതെന്ന് എന്ത് സൂചനയാണ് ലഭിച്ചത്? എവിടെ നിന്നാണ് കിട്ടിയത്? അല്ല, ഞാൻ കോൺഗ്രസിന് സീറ്റ് കൂടുന്ന സർവേ റിപ്പോർട്ടുകളിൽ കോൺഗ്രസിന് സീറ്റ് കൂടും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്ക്. ഇവിടെ CPM-നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇവിടെ ഭരിക്കുമ്പോൾ നിങ്ങൾ എത്രയും നല്ല ഭരണം കാഴ്ചവെച്ചു എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പക്ഷേ വോട്ട് വയ്യുമ്പോൾ അവർ കോൺഗ്രസിന് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? ഇത് കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ള സിറ്റുവേഷനാണ് കേന്ദ്രത്തിൽ. അവിടെ സംസ്ഥാന സർക്കാരിനോ LDF-നോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് ബുദ്ധിയുള്ള കേരളത്തിലെ അരിഭക്ഷണം കഴിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ്. ശരി, എനിക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അപ്പോഴും എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്, എനിക്ക് മനസ്സിലാകാത്തത് ശ്രീ ശിവശങ്കരൻ ഇപ്പോൾ വിശദീകരിച്ച കാര്യമാണ്. കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം. പക്ഷേ കോൺഗ്രസിനാണ് കേരളത്തിൽ സീറ്റ് കൂടുക എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്ന വൈകുന്നേരം ശ്രീ ശിവശങ്കരന് തോന്നുന്നു. അതിന്
കാരണം എന്താണ്? അവസാനത്തെ കുറച്ച് മിനിറ്റുകളാണ് ബാക്കിയുള്ളത്. എല്ലാവരും സമയം ഒന്ന് പാലിക്കണം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് ഞാൻ അങ്ങയിലേക്ക് ഒരു ചോദ്യം ഇടുകയാണ്. ശ്രീ ശിവശങ്കരൻ പറഞ്ഞത് കേട്ടല്ലോ, കോൺഗ്രസിനാണ് സീറ്റ് കൂടാൻ പോകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്നൊരു ചോദ്യം CPM ഇവിടെ ആർക്കും വേണ്ട എന്നതിന് BJP അല്ല മറുപടി, കോൺഗ്രസ് എന്ന് ശിവശങ്കരൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ശിവശങ്കരൻ ഇപ്പോൾ അവസാന നിമിഷത്തിൽ പോളിംഗ് കഴിഞ്ഞപ്പോൾ BJPക്കൊന്നും കിട്ടൂല, കോൺഗ്രസിനാണ് സീറ്റ് കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞത് നന്നായി. ആളിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും തെരഞ്ഞെടുപ്പുകൾ കിടക്കുകയല്ലേ. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ കേരളത്തിൽ നിന്ന് BJPക്ക് രക്ഷയില്ല, അവിടെ വല്ലതും കിട്ടുമെന്ന് ശ്രീ മോഡിയും അമിത്ഷായും ഒക്കെ കേരളം ഞങ്ങൾ പിടിക്കും, അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ അവർക്കിനി ബോധ്യപ്പെട്ട് കാണും ശിവശങ്കരന്റെ പ്രസ്താവനയോട്. ഞാൻ ഒരു മിനിറ്റ് ശ്രീ ആനത്തലോട്ടം താങ്കളിലേക്ക് വരാൻ, താങ്കളുടെ മൈക്ക് എന്തോ ഒരു പ്രശ്നം കാണുന്നു. ശ്രീ ജ്യോതികുമാർ, താങ്കൾ അതിൽ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയാൽ, ഈ പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസിന്, ഞാൻ കേരളത്തിന്റെ കാര്യമാണ് ശ്രീ ശിവശങ്കരൻ പറഞ്ഞതെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. കേരളത്തിൽ കോൺഗ്രസിന് സീറ്റുകൾ കൂടുതൽ കിട്ടുമെന്ന് BJP നേതാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിൽ തോന്നുന്നത് എന്ത് മാജിക്കാണ്? ശ്രീ LDF ഒക്കെ നേരത്തെ പറയുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു മാജിക് ഉണ്ടായോ ശ്രീ ജ്യോതികുമാർ? ലാലെ, ഇത് പകൽ പോലെ വ്യക്തമല്ലേ, ഇവിടെ ഒരു തരംഗമുണ്ട് എന്നും ആ തരംഗം കോൺഗ്രസിന് അനുകൂലമാണെന്നും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും പകൽ പോലെ വ്യക്തമാകും. ഇവിടെ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ അല്ലാതെ പൊതുസമൂഹവുമായി ഇടപഴകുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമാകും. കാരണം ഇവിടെ ഈ പറഞ്ഞ, ഞാൻ മുമ്പ് പറഞ്ഞ ദേശീയ സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒപ്പം ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മികവ് ഒരു ഭാഗത്തുണ്ട്. നാലാമതായി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യായ് എന്ന് പറയുന്ന മിനിമം വരുമാനം ഉറപ്പാക്കൽ പദ്ധതി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രകടന പത്രികയിലെ നിർണായകമായ കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ പറയുന്ന ശതമാനം, പോളിംഗ് ശതമാനം കൂടി കണക്ക് കൂട്ടുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതെല്ലാം ഏത് ഘടകങ്ങൾ നോക്കിയാലും ഞങ്ങൾക്കത് അനുകൂലമാണ്. അത്തരത്തിൽ ഞങ്ങൾക്ക് വൻ വിജയം നേടുവാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പകൽ പോലെ അറിയാം. ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന, എതിർചേരിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ശ്രീ ശിവശങ്കരൻ ഉൾപ്പെടെ അത് ബോധ്യപ്പെട്ടു എന്നുള്ളത് നല്ല കാര്യം. അങ്ങനെ രാഷ്ട്രീയമായി വായിക്കില്ല ആളുകൾ. ഈ BJP ഉൾപ്പെടെ കോൺഗ്രസിനോട് ഒപ്പം ഇങ്ങനൊരു താല്പര്യം കാണിച്ച് കോൺഗ്രസിന്റെ ഒരു വിജയം കേരളത്തിലെങ്കിലും കാണുന്നു എന്ന് പറയുന്നതിന് അത്ര ചുരുക്കി നിങ്ങൾക്ക് കാണാനാകുമോ? CPM ഒക്കെ അത് യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരും കാര്യങ്ങളെ? കോലീബിയൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇവിടെ കോലീബി പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ആരുടെ എന്താ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണ്. പണ്ടൊക്കെ നിങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ടാവും, പലതും വിശ്വസിച്ചിട്ടുണ്ടാവും, വിശ്വസിക്കാനും കാണാം. ഈ ടെക്നോളജി ഇത്രയും വളർന്ന സാഹചര്യത്തിൽ എവിടെയാണ്, ആർക്കാണ്, ആരെയാണ് ഹൈജാക്ക് ചെയ്യാൻ കഴിയുക? ഒന്നും കഴിയില്ലല്ലേ. ഇതൊക്കെ യാഥാർത്ഥ്യബോധത്തോട് കാണണ്ടേ? താങ്കളൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് PhD വരെ എടുത്തിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ കഴിയണ്ടേ? അപ്പോൾ തീർച്ചയായും ഈ സംഭവത്തെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങനെ ഒരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു പാർട്ടി വിചാരിച്ചാലോ അങ്ങനൊന്നും പെട്ടെന്ന് ഓട്ടൊന്നും മറിക്കാൻ കഴിയില്ല. അവർക്ക് ശേഖരിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവർക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് നടക്കുക? ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സൂചിക ഇതെങ്ങോട്ടേക്കാണ് കാണിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. അത് മനസ്സിലാക്കി, അതിപ്പോൾ ശിവശങ്കരന് മനസ്സിലായി, ശിവശങ്കരൻ തുറന്നു പറഞ്ഞു. ആനത്തലവട്ടത്തിനും അറിയാം, അദ്ദേഹം പറയുന്നില്ല, അത്രയേ ഉള്ളൂ. അദ്ദേഹം 23-ാം തീയതി വരെ അത് പറയായിരിക്കും. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഒരു കാരണം കണ്ടെത്തുമായിരിക്കും. ഏതായാലും അൾട്ടിമേറ്റ്ലി UDFനെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് തികഞ്ഞ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്, മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതിനെ ഖണ്ഡിക്കാൻ ആർക്കും കഴിയുകയുമില്ല. ശരി, ശ്രീ ആനത്തലവട്ടം. അല്ല, പക്ഷേ ജ്യോതികുമാറിൻ്റെ സ്വപ്നവും പ്രതീക്ഷയൊക്കെ നല്ലത് തന്നെയാണ്. 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്കറിയാമല്ലോ. എന്തായാലും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈനസ് പോയിന്റും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇല്ല. ഭരണത്തെ സംബന്ധിച്ച്, ഇവിടെ ഉയർത്തിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ തൃപ്തികരമായ മറുപടിയാണുള്ളത്. ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നവരാണ്. ആ അനുഭവിക്കുന്ന ജനങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇവിടെ ശിവശങ്കരൻ ഒരു കാര്യം പറയുകയുണ്ടായി, ട്രിപ്പിൾ തലാക്ക് അതേതോ മുസ്ലിം സ്ത്രീകൾക്ക് വലിയ ഗുണം കിട്ടുന്ന ഒരു നിയമം കൊണ്ടുവന്നെന്നാണ്. മിസ്റ്റർ ശിവശങ്കരൻ, ഇന്ത്യ രാജ്യത്തൊരു സെക്കുലർ കൺട്രിയാണത്, ഭരണഘടനയുള്ള രാജ്യമാണിത്, മതേതര ഭരണഘടനയുള്ള രാജ്യമാണിത്. ഞാൻ ചോദിക്കട്ടെ, ഏത് മതവിഭാഗത്തിനാണ് നിങ്ങൾ ഈ ട്രിപ്പിൾ തലാക്കുകൾ കൊണ്ടുവച്ച ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് വിവാഹമോചനം നടത്താൻ വ്യവസ്ഥയുള്ളത്? ഹിന്ദുവിലുണ്ടോ? സിഖ് മതത്തിലുണ്ടോ? ക്രിസ്ത്യാനിയിലുണ്ടോ? ജൈനരിലുണ്ടോ? പാർസികളിലുണ്ടോ? എന്താണ് മുസ്ലിം സഹോദരിമാർക്ക് ജീവനാംശം കിട്ടേണ്ടത്? തലാക്ക് ചൊല്ലിയാൽ ജീവനാംശം കിട്ടേണ്ടത് കൊടുക്കേണ്ട അവരുടെ ആ തലാക്ക് ചൊല്ലിയവനെ ജയിലിലടയ്ക്കണം.
ക്രിമിനൽ കേസ് 3 വർഷം വരെ തടവിന് ശിക്ഷിക്കണം എന്താ വ്യവസ്ഥ എഴുതി വെച്ചത്? മറ്റു മതവിഭാഗത്തിനൊന്നുമില്ലാത്തത്. അത് മുസ്ലിം സ്ത്രീകളെ സഹായിക്കലാണോ അവരെ കൂടി ശിക്ഷിക്കലാണോ? ആ മുസൽമാനെയും ശിക്ഷിക്കുക, ആ ഇപ്പുറത്തെ മുസ്ലിം സ്ത്രീകളെയും ശിക്ഷിക്കുക. ആ നിയമമല്ലേ നിങ്ങൾ കൊണ്ട് പാസ്സാക്കിയിരിക്കുന്നത്? എന്നിട്ട് മുസ്ലിം സ്ത്രീകളെയൊക്കെ സംരക്ഷിച്ചു എന്ന് പറയുക. നിങ്ങൾ മറ്റ് മതവിഭാഗങ്ങളിൽ എന്താ മറ്റുള്ളതെല്ലാം സിവിൽ പ്രൊസീഡിയറാണ്, സിവിൽ കേസാണ്. ഇതെങ്ങനെ ക്രിമിനൽ കേസാക്കിയത്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് അതിന് പറയാനുള്ളത്? അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത്. അതിന് നിങ്ങളോടൊപ്പം ചേർന്നു, കോൺഗ്രസും ചേർന്നു. അക്കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും യോജിപ്പാണ് ഉണ്ടായത്. ഞങ്ങളതിനെ എതിർക്കുന്നു, ഇനിയും എതിർക്കും. എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. എല്ലാ മതത്തെയും തുല്യമായി കാണുന്ന ഭരണഘടനയുള്ള രാജ്യമാണ്. അവിടെയാണ് നിങ്ങൾ ഒരു മതവിഭാഗത്തെ, മതന്യൂനപക്ഷ വിഭാഗത്തെ ഇത്തരത്തിൽ ചിത്രീകരിച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇപ്പോൾ ഇറക്കിയല്ലോ, അതിലും നിങ്ങൾ അത് തന്നെ പറഞ്ഞിരിക്കുകയല്ലേ, പൗരത്വ ബില്ല് കൊണ്ടുവരും. ആ പൗരത്വ ബില്ലിൽ ക്രിസ്ത്യാനി ആദ്യം ഉണ്ടായില്ല, മുസ്ലിമില്ല, പാർസികളില്ല. ഇന്ത്യയിൽ ജനിച്ച മതങ്ങൾ, ഹിന്ദുമതം, സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, ഇവർക്ക് മാത്രമേ ഇന്ത്യയിൽ പാർക്കാൻ പാടുള്ളൂ എന്നുള്ള പ്രകടന പത്രികകൾ ഇറക്കിയിരിക്കുകയല്ലേ. ആസാമിൽ ഇപ്പോൾ ഒരാളെ തല്ലിക്കൊന്ന്, ആ 68 വയസ്സുകാരനായ ഷൗക്കത്തിനെ കൊന്നില്ല. അതിനു മുമ്പ് പോലീസ് ഇടപെട്ട്. അയാൾ 30 വർഷമായി ചായക്കട നടത്തുന്നവനാണ്. ചായക്കടയിൽ ബീഫ് വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ പിടിച്ചിട്ട് തല്ലി പന്നിയിറച്ചി തീറ്റിച്ചു. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, എവിടെ തൻ്റെ കയ്യിൽ കാർഡുണ്ടോ, പൗരത്വ ബില്ല് കാർഡുണ്ടോ എന്ന് അയാളോട് ചോദിക്കുകയാണ്. ഇതെല്ലാം ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരെല്ലാം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന. എന്തായാലും കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഇന്നത്തെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടായ ആവേശം, എന്തൊക്കെയോ ജനങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു, അതവർ പറഞ്ഞിരിക്കുന്നു. അവർ ഓടി പോളിംഗ് ബൂത്തിലേക്ക് വന്ന് കണക്ക് തീർത്തു പോയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആ കണക്ക് തീർക്കലിൽ ആർക്കൊക്കെ ഇവിടെ സന്തോഷിക്കാനാകും മെയ് 23-ന്, അത് കഴിഞ്ഞ് ആർക്കൊക്കെ കൊണ്ട് ഈ കണക്കെടുപ്പ് കൊണ്ട് വേദന ഉണ്ടാകും എന്നൊക്കെ 23-ന് അറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ചർച്ച ചെയ്തോ? ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പൊതുവെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വേണം ചർച്ച ചെയ്യാൻ എന്ന് നിർബന്ധം പിടിച്ചവർക്ക് ജനം എന്ത് മറുപടിയാണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് പോളിംഗ് ബൂത്തിലെത്തി കൊടുത്തത് എന്നതൊക്കെ നമുക്ക് ഇനി തിരിച്ചറിയാം. അതിന്റെ ഒരു മാസത്തെ വിശകലനങ്ങളിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പോകേണ്ടത്. ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ശിവശങ്കരൻ എന്നിവർക്ക് നന്ദി. ഒപ്പം മുൻ മണിക്കൂറിൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ PM സുരേഷ് ബാബുവിനും VV രാജേഷിനും PP ചിത്രരഞ്ജനും. ന്യൂസ് ആൻഡ് ന്യൂസിന്റെ വാർത്താ സംവാദം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.